എവിടെയൊന്നും ഒരു അവയവമല്ല. മനസ്സ് നമ്മൾ മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ ഇവിടെ വയ്ക്കും, ടെൻഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ വയ്ക്കും, വേദനിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ വയ്ക്കും. അപ്പോൾ മനസ്സിൻ്റെ ബൗദ്ധിക തലം ഇവിടെയും വൈകാരിക തലം ഇവിടെയാണ്. അപ്പോൾ ഹൃദയം എന്ന് പറയുന്ന അവയവത്തെ അല്ല നമ്മൾ പറയാറ്. പ്രപഞ്ച സ്വരൂപം ആനന്ദം ആണ്, അവിടെ സത്വഗുണം മാത്രമേ ഉള്ളൂ. സൃഷ്ടികളിലാണ് ഈ രജസ് തമോ ഗുണങ്ങൾ കൂടെ ഉള്ളത്. ഈ ചക്രങ്ങളും അക്ഷരങ്ങളും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ടോ? ബന്ധമുണ്ട്. അതായത് അക്ഷരങ്ങളെന്ന് പറയുമ്പോൾ അതിന് പ്രത്യേക ഫ്രീക്വൻസി ഉണ്ട്. സരിഗമ പധനി, ആ ശബ്ദം ഈ ഇവിടെ മുഴുവനും പ്രകമ്പനം കൊടുക്കും. അപ്പോൾ അത് ഉച്ചരിക്കുന്ന അവിടെ മുഴുവനും പോസിറ്റീവ് എനർജി നിറയും. അതാണ് ഓം എന്നുള്ള മന്ത്രം ജപിക്കുന്നതുകൊണ്ടുള്ള. നമ്മൾ മണിപൂരത്തിൽ വെച്ച് നിർത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ അനാഹത ചക്രം നമ്മളെപ്പോഴും ഹൃദയം എന്ന് പറഞ്ഞിട്ട് ഹൃദയം വേദനിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ മനസ്സ് വേദനിക്കുന്നു എന്നൊക്കെ ഇവിടെയാണ് തൊടുന്നത്. അത് നമ്മുടെ മനസ്സ് എവിടെയൊന്നും ഒരു അവയവമല്ല. മനസ്സ് നമ്മൾ മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ ഇവിടെ വയ്ക്കും, ടെൻഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ വയ്ക്കും, വേദനിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ വയ്ക്കും. അപ്പോൾ മനസ്സിൻ്റെ ബൗദ്ധിക തലം ഇവിടെയും വൈകാരിക തലം ഇവിടെയാണ്. അപ്പോൾ ഹൃദയം എന്ന് പറയുന്ന അവയവത്തെ അല്ല നമ്മൾ പറയാറ്. നല്ല ഹൃദയമുള്ളവൻ, ക്രൂര ഹൃദയം എന്നൊക്കെ പറയും. എന്ന് പറയുമ്പോൾ അവയവമല്ല, ആ ചക്രമാണ് ഹൃദയചക്രം, അനാഹത ചക്രം. അത് സ്നേഹം, ദയ, കാരുണ്യം, സഹാനുഭൂതി ഇങ്ങനെയുള്ള മാനുഷിക ഗുണങ്ങളുടെ ഇരിപ്പിടം ആണിവിടെ. അത് ആ ചക്രം ഒട്ടും പ്രവർത്തനക്ഷമം അല്ലാത്ത ആളാണ് ക്രൂരഹൃദയനായി പോകുന്നത്. നല്ലപോലെ അനാഹത ചക്രം പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ നല്ല ഹൃദയം, ഈ ദയയും സഹാനുഭൂതിയും ഒക്കെ ഉള്ള ആളായിരിക്കും. പല മനുഷ്യരും പല രീതിയിലല്ലേ. അത് കാരണം ഇതാണ്. ഇനി വിശുദ്ധി ചക്രം ക്രിയേറ്റിവിറ്റിയുടെ സ്ഥാനം ആണ്. ആശയവിനിമയം, ആശയപ്രകാശനം, സർഗാത്മകത, ക്രിയേറ്റിവിറ്റി എല്ലാവരിലും ഉണ്ട്. അപ്പം അതിനെ കൂടുതൽ ഉയർത്തിക്കൊണ്ട് വരണമെങ്കിൽ വിശുദ്ധി ചക്രം പവർഫുൾ ആവണം. ഇനി ആജ്ഞചക്രം എന്ന് പറയുമ്പോൾ അത് ഏകാഗ്രത, ബുദ്ധി, ഓർമ്മ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷേ ഇൻറ്റ്യൂഷൻ എന്ന് പറയും. ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത് വരാൻ പോകുന്ന കാര്യങ്ങളിലേക്ക് നമ്മളെ കണക്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ഇൻറ്റ്യൂഷൻ എന്നുള്ള കഴിവും ഈ ഭാഗത്തിൻ്റെയാണ്. ഈ അതീന്ദ്ര ശക്തികളും ആ ഭാഗത്തു നിന്നാണോ? അതായത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് തൊട്ടടുത്തുണ്ട് പീനിയൽ ഗ്ലാൻഡ്. പീനിയൽ ഗ്ലാൻഡിനെ അത് സഹസ്രദള പത്മം ഈ 7ാമത്തെ ചക്രത്തിൻ്റെ ഭാഗത്താണ് ഈ പീനിയൽ ഗ്ലാൻഡിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആജ്ഞയുടെ ആണ് ഗ്ലാൻഡ്. ഞാൻ പറയില്ല, ഓരോ ചക്രത്തിനോടും ചേർന്ന് ഓരോ ഗ്ലാൻഡ് ഉണ്ടെന്ന്. അപ്പോൾ അത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഈ ആജ്ഞചക്രത്തിൻ്റെയും പീനിയൽ ഗ്ലാൻഡ് സഹസ്രദള പത്മത്തിൻ്റെയാണ്. ഇതിനെ ബ്രഹ്മരന്ധ്രം എന്നാണ് നമ്മുടെ ആയുർവേദം, യോഗ, തന്ത്രശാസ്ത്രങ്ങൾ, ദർശനങ്ങളിലൊക്കെ പറയുന്നത്. ബ്രഹ്മരന്ധ്രം. പീനിയൽ ഗ്ലാൻഡിനെ ബ്രഹ്മഗ്രന്ഥി എന്ന് പറയുക. ഇത് ബ്രഹ്മം, പ്രപഞ്ചം. ബ്രഹ്മം, ശിവം എന്നൊക്കെ പറയുന്നത് പ്രപഞ്ചമാണ്. അപ്പോൾ ബ്രഹ്മഗ്രന്ഥി, ബ്രഹ്മരന്ധ്രം, രന്ധ്രം എന്ന് വെച്ചാൽ ഹോൾ, അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഹോളാണിത്. ഇത് ബ്രഹ്മഗ്രന്ഥി, പീനിയൽ ഗ്ലാൻഡ്. കാരണം നമ്മൾ ഈ ആധ്യാത്മികത ഉയർന്നു വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ ആ ആധ്യാത്മിക ശക്തി ഉയർന്നു വരുമ്പോൾ പ്രവർത്തനക്ഷമമാകുന്ന ഗ്രന്ഥിയാണ് പീനിയൽ ഗ്ലാൻഡ്. മോഡേൺ സയൻസിൽ ഇപ്പോഴും ഉറക്കത്തെ നിയന്ത്രിക്കുന്ന മെലറ്റോണിൻ എന്നുള്ള ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന എന്നേ പറയുന്നുള്ളൂ. പക്ഷെ നമ്മുടെ ശാസ്ത്രങ്ങളിലെല്ലാം ഈ നമ്മുടെ ആൻഷ്യൻ്റ് ആയിട്ടുള്ള ശാസ്ത്രങ്ങളിൽ ആയുർവേദം, യോഗ, തന്ത്രം മെയിൻലി അതിലേറ്റവും പ്രധാനമായിട്ട് പറയുന്ന ഗ്രന്ഥി പീനിയൽ ഗ്ലാൻഡാണ്. നമുക്ക് ഈ ഒരു ഉയർച്ച മുഴുവനും ഉണ്ടാകുന്നത് ബ്രെയിനിൻ്റെ ഉയർച്ചയോടുകൂടിയാണ്, പ്രത്യേകിച്ചും പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, പീനിയൽ ഗ്ലാൻഡ്. അപ്പോൾ ആജ്ഞചക്രം പിറ്റ്യൂട്ടറിയും സഹസ്രദള പത്മം പീനിയൽ ഗ്ലാൻഡുമാണ്. അത് കൂടാതെ വേറൊരു ഗ്രന്ഥി കൂടെ ഉണ്ട്, ബിന്ദു ചക്ര എന്ന് പറയും. ആജ്ഞചക്രം സഹസ്രദള പത്മം. ഇനി ഇവിടെ ഈ ആജ്ഞയുടെ നേരെ പിന്നിലായിട്ട് ബിന്ദു ചക്രയുണ്ട്. അത് നമ്മുടെ മൂലപ്രാണൻ്റെ ഇരിപ്പിടം എന്ന് പറയും. എന്നുവെച്ചാൽ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി പറയുമ്പോൾ ബിഗ് ബാങ് തിയറി കേട്ടിട്ടുണ്ടാവും അല്ലേ? മഹാവിസ്ഫോടത്തോടു കൂടി ഈ പ്രപഞ്ചത്തിന് ചലനമുണ്ടായി, ആദിയിൽ ചലനം ഉണ്ടായി എന്ന് പറയും. അപ്പോൾ ആ ചലനത്തോടു കൂടിയാണ് ഇവിടെ സ്പന്ദമുണ്ടായത്. ആദ്യ സ്പന്ദത്തെയാണ് മൂലപ്രാണൻ എന്ന് പറയുക. മോഡേൺ സയൻസിനെയും ഒരുപാട് ആ ക്വാണ്ടം ഫിസിക്സിനെ കുറിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഗവേഷണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതൊരു തിയറിയാണ് ബിഗ് ബാങ്. പക്ഷെ നമ്മൾ പറയുന്നത് എന്താണ്, ഒരു ശിവം അല്ലെങ്കിൽ ബ്രഹ്മം എന്ന് പറയുന്ന പ്രപഞ്ചം അത് അവ്യക്തമായിരുന്നു. നമുക്ക് ഒരു മനുഷ്യനെ പറയുന്ന ചതുർവിംശതി പുരുഷൻ എന്നാണ്. ആയുർവേദം ചികിത്സിക്കുന്നത് ചതുർവിംശതി പുരുഷനെയാണ്. നിങ്ങളെ കാണുന്ന ഒരു ചതുർവിംശതി പുരുഷനായിട്ടാണ്. അതായത് അവ്യക്തം, മഹത്, അഹങ്കാരം,
പഞ്ചതന്മാത്രകൾ, പഞ്ച ഇന്ദ്രിയങ്ങൾ, പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയം, പഞ്ചകർമ്മേന്ദ്രിയം, പഞ്ചമഹാഭൂതങ്ങൾ, ചേതന. ഇതാണ് 24 തത്വങ്ങൾ. ഈ 24 തത്വങ്ങൾ ചേർന്ന ഒരാളാണ് ഒരു മനുഷ്യൻ. അയാളിൽ ആണ് നമ്മൾ ചികിത്സിക്കുന്നത്. അപ്പോൾ അതിൽ പിന്നെ ഏത് കുറഞ്ഞു ഏത് കൂടി അതെല്ലാം നമ്മൾ നോക്കും. കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട്, ഇവിടെ പറയാൻ നേരമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. ഈ അവ്യക്തം തുടങ്ങി 24 തത്വങ്ങളെന്ന് പറഞ്ഞല്ലോ. അവ്യക്തം എന്ന് പറഞ്ഞാൽ ചലനമില്ലാത്ത ഈ പ്രപഞ്ചം, സൃഷ്ടികളൊന്നും ഇല്ല, ചലനവും ഇല്ല. ഈ പ്രപഞ്ചത്തെയാണ് നമ്മൾ ശിവം അല്ലെങ്കിൽ ബ്രഹ്മം എന്നൊക്കെ പറയും. പ്രപഞ്ചം എന്നൊക്കെ പറയുന്നത് അതിനെയാണ്. അതിലെപ്പോഴാണോ ചലനം ഉണ്ടായത്, അത് ഏത് രീതിയിലായിക്കോട്ടെ, ചലനം, സ്പന്ദം ഉണ്ടായത്, ആ സ്പന്ദത്തോടു കൂടിയാണ് പിന്നെ സ്പന്ദവേഗത കൂടി 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 അതിന് നമ്മൾ വേവ് ലെങ്ത് എന്നും ഫ്രീക്വൻസി എന്നൊക്കെ പറയും. എനർജിയുടെ ഫ്രീക്വൻസി കൂടി കൂടി വരുന്നത്, പിന്നെ അതിൻ്റെ മീഡിയം ഉള്ളത്, ഏറ്റവും കുറഞ്ഞത്, അങ്ങനെയൊക്കെ ഉണ്ട്. വേവ് ലെങ്ത് അല്ലേ, വേവ് ലെങ്ത് കൂടിയത്, അത് കുറച്ചുകൂടി കൂടിയത്, അങ്ങനെ അങ്ങനെ ഏറ്റവും ഫ്രീക്വൻസി കൂടി 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 വരുമ്പോഴാണ് സോളിഡായിട്ട് വരുന്നത്. അതിന് നമ്മൾ സത്വഗുണം, വേവ് ലെങ്ത് കൂടുതലുള്ളതിനെ സത്വഗുണമെന്നും എനർജീനെ അതിൽ കുറച്ചുകൂടി കുറഞ്ഞത് രജോ ഗുണമെന്നും ഏറ്റവും കൂടി ഇങ്ങനെ ഉറഞ്ഞുറഞ്ഞ് കട്ടിയാവുന്ന ഫ്രീക്വൻസി ഏറ്റവും കൂടിയ എനർജീനെയാണ് തമോ ഗുണം എന്ന് പറയുക. പ്രപഞ്ച സ്വരൂപം ആനന്ദം ആണ്, അവിടെ സത്വഗുണം മാത്രമേ ഉള്ളൂ. സൃഷ്ടികളിലാണ് ഈ രജസ്തമോ ഗുണങ്ങൾ കൂടെയുള്ളത്. അതുകൊണ്ട് ത്രിഗുണാത്മകമെന്നാണ് നമ്മളെല്ലാവരെയും പറയുക. 7ാമത്തെ സഹസ്രാര പത്മം, സഹസ്രദള പത്മം. സഹസ്രദളം എന്ന് പറയാൻ കാരണം 1000 ദളങ്ങളുള്ള പത്മം, താമര. താമരയിൽ ഈ ശക്തി ഇരിക്കുന്നു എന്നാണ്. അതായത് കുണ്ടലിനി ശക്തി, പ്രപഞ്ച ശക്തി തന്നെ കുണ്ടലിനി രൂപത്തിൽ 3.5 ചുറ്റായിട്ട്, കുണ്ടലിനി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചുറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. മൂലാധാരത്തിലിരിക്കുന്നു. പിന്നെ ആ അതെല്ലാം പത്മത്തിലിരിക്കുന്നു. 4 ദളം, 6 ദളം, 10 ദളം, 12 ദളം, 16 ദളം, അങ്ങനെ ഇതളുകളോട് കൂടിയ താമര. ഇത് 2 ദളം, ഇത് 1000 ദളം. ഇതിന് 51 അക്ഷരങ്ങളും ഇവിടെ ഈ ഓരോ ചക്രങ്ങളിലായിട്ട് വിന്യസിച്ചിട്ടുണ്ട്. ഈ ചക്രങ്ങളും അക്ഷരങ്ങളും തമ്മിൽ ബന്ധമുണ്ട്. അതായത് അക്ഷരങ്ങളെന്ന് പറയുമ്പോൾ അതിന് പ്രത്യേക ഫ്രീക്വൻസി ഉണ്ട്. സരിഗമ പധനി ഫ്രീക്വൻസി വ്യത്യാസമുണ്ട്. സ ബേസ് ആണ്. ഇത് നീ വരുമ്പോൾ ഹൈ പിച്ച് വരും, ഇവിടെ മിഡിൽ പിച്ച് വരും. സ പ സ. അപ്പോൾ സ ബേസിക്, പ മിഡിൽ, നീ ഹൈ പിച്ച്, അങ്ങനെ വരും. അപ്പോൾ അതിന് പ്രത്യേക ഫ്രീക്വൻസി ഉണ്ടല്ലോ. സരിഗമ പധനിയും 7 ചക്രത്തിൽ അവിടുത്തെ എനർജിക്ക് സമാനമായ ഫ്രീക്വൻസിയുള്ള അക്ഷരം ആണ്. ഇതേപോലെ ഓരോ ചക്രാസിനും അക്ഷരങ്ങളുണ്ട്. കാരണം അക്ഷരങ്ങൾ ഉരുവിടുമ്പോഴുള്ള മന്ത്രങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. മന്ത്രം എന്താണെന്ന് ചോദിച്ചാൽ അക്ഷരങ്ങളാണ്. അത് ആ ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസിയും നമ്മുടെ ചക്രാസിൻ്റെ ഫ്രീക്വൻസിയും സമാനമായിരിക്കും. ഇപ്പോൾ മൂലാധാര ചക്രത്തിൻ്റെ ബീജമന്ത്രം ലം ആണ്. 4 അക്ഷരമാണ് ഉള്ളത്. അതിൽ ലമ്മാണ് നമ്മൾ ബീജമന്ത്രമായിട്ട് ഉപയോഗിക്കുക. സ്വാധിഷ്ഠാനം വം, മണിപൂരം രം, അനാഹതം യം. ഇത് ഹം, അം, മകാരമാണ്. ചുണ്ട് ചേർത്തിട്ട് പറയുന്ന അക്ഷരം അം എന്ന് പറയാം. ഇത് ഓം. ഈ ഓം എന്നുള്ള അത് 3 അക്ഷരം. ആ, ഉ, മ. അകാരം, ഉകാരം, മകാരം. ആ പിച്ചൂടെ വരുന്നുണ്ട്. അകാരം, ഉകാരം, മകാരം. ഹൈ പിച്ച്, ലോ പിച്ച്, മിഡിൽ പിച്ച്, ഹൈ പിച്ച്. അപ്പോൾ അകാരം എന്ന് പറയും, ഈ ലോകത്തുള്ള എല്ലാ ഭാഷകളും എല്ലാ അക്ഷരങ്ങളും എല്ലാ വാക്കുകളും ഈ 3 അക്ഷരത്തിൽ വരുന്നുണ്ട്. അകാരം ആ, ഇവിടെ മുതൽ അക്ഷരം ശബ്ദം ഇവിടുന്നേ തുടങ്ങും. ഈ മൂലാധാരത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ഇവിടെ വന്ന് തൊണ്ടയിൽ വന്ന് സൈനസിലൊക്കെ വന്ന് തട്ടി ആണ് ശബ്ദമായിട്ട് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടുന്നേ തുടങ്ങും. ആ, ഊ എന്ന് പറയുമ്പോൾ ഊ നമ്മുടെ ഇവിടെ കൊണ്ട് പറയുന്നു. ഊ എന്ന് പറയുമ്പോൾ അല്ലേ, ഊ ഇവിടെ കൊണ്ട് പറയുന്നു. മ എന്ന് പറയുമ്പോൾ ചുണ്ട് ചേർത്ത് പറയുന്നു. ഇതിൽ വരുന്നതല്ലേ ഈ ലോകത്തുള്ള എല്ലാ അക്ഷരങ്ങളും ഭാഷകളും. അപ്പോൾ എല്ലാം അടങ്ങിയിട്ടുള്ളൊരു വാക്കാണ് ഓം. അത് ദൈവത്തെ ഉദ്ദേശിക്കുന്നൊന്നുമല്ല. അതൊരു ജാതിയുടെ അല്ല, മതത്തിൻ്റെ അല്ല, ദൈവത്തെ സൂചിപ്പിക്കുന്നതല്ല. ആ മന്ത്രം എല്ലാം അടങ്ങിയ ആ ഒരു വാക്ക് അത് ഉച്ചരിക്കേണ്ട പോലെ ഉച്ചരിക്കണം. ഉച്ചരിക്കുമ്പോഴുണ്ടാകുന്ന ആ ശബ്ദത്തിൻ്റെ തരംഗങ്ങൾ നമ്മുടെ ബോഡിയുടെ എല്ലാ എനർജി കേന്ദ്രങ്ങളെയും പ്രകമ്പനം കൊള്ളിക്കും.
ആ ശബ്ദം ഈ ഇവിടെ മുഴുവനും പ്രകമ്പനം കൊള്ളിക്കും. അപ്പോൾ അത് ഉച്ചരിക്കുന്ന അവിടെ മുഴുവനും പോസിറ്റീവ് എനർജി നിറയും. അതാണ് ഓം എന്നുള്ള മന്ത്രം ജപിക്കുന്നതുകൊണ്ടുള്ള ഗുണം. ഇനി ബീജമന്ത്രങ്ങൾ കൊണ്ട്, ഈ ചക്രാസിനെല്ലാം ബീജമന്ത്രം ഞാൻ പറഞ്ഞല്ലോ, ഈ ബീജമന്ത്രങ്ങൾ കൊണ്ട് നമ്മൾ മനസ്സ് ഓരോ ചക്രയിലും നിർത്തി. ഇനി കളറുണ്ട്, വിബ്ജിയോറാണ് ഇതിൻ്റെ കളർ. പ്രപഞ്ചത്തിൽ എന്തുണ്ടോ അതെല്ലാം ബോഡിയിലുണ്ട്. അപ്പോൾ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇത് കറങ്ങുന്നതിനൊരു രീതിയുണ്ട്. മൂലാധാര ചക്രം ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് ഹൊറിസോണ്ടലായിട്ടാണ് കറങ്ങുക. സഹസ്രാര പത്മവും അതേപോലെ തന്നെയാണ് കറങ്ങുക, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് ഹൊറിസോണ്ടൽ. ബാക്കി 5 ചക്രാസും സൈക്കിളിൻ്റെ ചക്രം കറങ്ങുന്നത് പോലെ വെർട്ടിക്കലായിട്ടാണ് കറങ്ങുക. അപ്പോൾ ഈ കളറിൽ അത് അങ്ങനെ കറങ്ങുന്നതായിട്ട് കണ്ടുകൊണ്ട് മനസ്സവിടെ നിർത്തുന്നു. അതിന് ധാരണ എന്നാ പറയാം. മനസ്സ് എവിടെ ധരിക്കുന്നു, ധാരണ. അങ്ങനെ മനസ്സവിടെ നിർത്തിക്കൊണ്ട് ബീജമന്ത്രം ഉരുവിടുന്നു. ഇനി മന്ത്രം ഉരുവിടുന്നത് മനസ്സിലാണ്. മന്ത്രം ഉരുവിടുന്നത് 3 തരത്തിലുണ്ട്: വൈഖരി, ഉപാംശു, മാനസം. വൈഖരി എന്ന് പറയുമ്പോൾ ഉറക്കെ മന്ത്രം ജപിക്കുക. ഉപാംശു എന്ന് പറയുമ്പോൾ ഇങ്ങനെ പിറുപിറുക്കുന്നത് പോലെ. മാനസം എന്ന് പറയുമ്പോൾ മനസ്സിൽ മാത്രം പറയുക. മന്ത്രം ഉച്ചാരണം മാനസത്തിനാണ് ഏറ്റവും ശക്തി. കാരണം നമ്മൾ ഒരുപാട് ജപമൊക്കെ ഇങ്ങനെ ഉറക്കെ നമ്മൾ ജപിക്കുക, ഉറക്കെ പാടുന്നു, പറയുന്നു, അങ്ങനെ ഉണ്ടല്ലോ, പാരായണം ചെയ്യുന്നു. അതൊക്കെ നമ്മുടെ എനർജി പുറത്തേക്ക് പോവുക ചെയ്യാം. മറ്റേത് നമ്മുടെ നമ്മൾ ഉറക്കെ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എനർജി പുറത്തേക്ക് പോവുക ചെയ്യാം. നമ്മുടെ അത് നമ്മൾ ഉള്ളിലാണ് ജപിക്കുന്നതെങ്കിൽ ആ ശബ്ദ തരംഗങ്ങൾ നമ്മുടെ ഉള്ളിൽ പ്രതിധ്വനിച്ച് നമ്മൾ പവർഫുൾ ആവുക ചെയ്യാം.